സ്ത്രീകളെ നിങ്ങൾ സൽക്കർമ്മം ചെയ്തോളൂ, നല്ല കാര്യം പ്രവർത്തിച്ചോളൂ. പക്ഷേ റളിയല്ലാഹുവിന്റെ കറാമത്ത് കേൾക്കുമ്പോ, നഫീസത്തുൽ മിസ്രിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അതുപോലെ മഹദികളായ ഉമ്മു സലീം ബീവിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അങ്ങനെ ആയിഷ ബീവിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അങ്ങനെ മഹദികളുടെ കറാമത്ത് കേൾക്കുമ്പോ എനിക്കും കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മനസ്സിലാക്കി സൽക്കർമ്മത്തിനൊരുങ്ങല്ലേ. അത്ഭുതത്തിന് ഇവിടെ വിലയില്ല. അത്ഭുതം ദജ്ജാല് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും, ഇബ്ലീസ് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. അത്ഭുതമല്ല വിഷയം, മറിച്ച് തഖ്വയാണ് വിഷയം. അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. നബി തങ്ങൾ അതാ 3 പ്രാവശ്യം ഹൃദയത്തിലേക്ക് ചൂണ്ടി പറഞ്ഞില്ലേ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. അതെ, ഒരിക്കലും ഒരു അഹങ്കാരിയാകാതെ, വിദ്വേഷിയാകാതെ, വൈരാഗ്യം വെക്കുന്നവനാകാതെ, അസൂയ വെക്കുന്നവനാകാതെ, വേറെ ആരെയും നിസ്സാരപ്പെടുത്താതെ, ആരുടെയും ഗീബത്ത് പറയാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കാതെ, ഒരു പണ്ഡിതനെയും നിസ്സാരപ്പെടുത്താതെ, ഒരു മുതഅല്ലിമിനെയും നിസ്സാരപ്പെടുത്താതെ, എന്തിനധികം പറയണം, യാചിക്കാൻ വേണ്ടി വന്ന യാചകനാണെങ്കിൽ പോലും നിസ്സാരപ്പെടുത്താതെ, അല്ലാഹുവിന്റെ അടുക്കൽ എന്നെക്കാൾ എത്രയോ സ്ഥാനം ഒരു പക്ഷേ ഈ യാചകനായിരിക്കാം. ഈ നിലക്കുള്ള താഴ്മയോടുകൂടുള്ള ചിന്തയാണ് ആത്മീയതയുള്ളവർക്ക് ആവശ്യം കേട്ടോ.